എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് ആദ്യമേ തന്നെ. ഒപ്പം ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം കഴിഞ്ഞ 20 വർഷത്തെ ഒരു ഉമ്മയുടെ കാത്തിരിപ്പ് അതിനിന്ന് അവസാനമായിരിക്കുകയാണ്. ആ ഉമ്മയുടെ മകൻ 20 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് പ്രവാസികൾ, നമ്മുടെ വീഡിയോ കാണുന്ന പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഒന്ന് ഹാജർ വെച്ചോളൂ. കമൻറ്റ് ബോക്സിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ ഒരേ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാനും പറ്റും. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നിങ്ങൾ എത്ര വർഷമായി നാട്ടിലേക്ക് വന്നിട്ട്? നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉടയവരെയൊക്കെ കണ്ടിട്ട് എത്ര വർഷമായി? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് വർഷങ്ങളോളം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുന്നത്. ടൈം സോണും കൂടെ വ്യത്യാസമാണെങ്കിൽ എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന പ്രവാസികൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, അബ്ദുൾ റഹീം. 20 വർഷം മുൻപ് അപ്രതീക്ഷിതമായിട്ട് ആ മനുഷ്യന് ജയിലിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾ നാട്ടിലെത്താൻ വേണ്ടി അദ്ദേഹത്തെ സഹായിച്ചത് ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരോടെല്ലാം അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. എന്താണ് വാർത്തയിൽ പറയുന്നതെന്ന് കേൾക്കാം. അബ്ദുൾ റഹീം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്, നമുക്കിന്ന് കേൾക്കാനുള്ളത്. ഇത്തരമൊരു അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. ഇന്ന് മലയാളികളുടെ വിജയ ദിവസമാണ്, അങ്ങനെ വേണമെങ്കിലും പറയാം. മലയാളികൾ ഒന്നു ചേർന്നാൽ ഈ നാട്ടിൽ എന്തും സംഭവിക്കും, എന്തും നടക്കും എന്നതിന് ഉദാഹരണമാണ് ഈ പറയുന്ന അബ്ദുൾ റഹീമിന്റെ തിരിച്ചുവരവ്. നമുക്ക് വീഡിയോ കാണാം. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കാത്തിരിപ്പുകൾക്കൊടുവിൽ അബ്ദുൾ റഹീം നാട്ടിലേക്ക് വരികയാണ്. സൗദി ഭരണകൂടം പാസ്പോർട്ട് എക്സിറ്റ് അടിച്ചിരിക്കുന്നു. അബ്ദുൾ റഹീം ജയിൽ മോചിതനായിരിക്കുന്നു. ഷഹദ് റഹ്മാനാണ് ചെയ്തത്. ഷഹദ്, പെരുന്നാളിന് മുൻപ് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും സന്തോഷമുള്ള വാർത്ത ഇതാണ്. അബ്ദുൾ റഹീം ജയിൽ മോചിതനായിരിക്കുന്നു. എപ്പോൾ നാട്ടിലേക്ക് എത്താനാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത, 20 വർഷം നീണ്ട കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിനൊടുവിൽ ഈ പെരുന്നാളിന് ഒരു ദിവസം മാത്രം അവശേഷിക്കെ ഇപ്പോൾ ഇതാ റഹീം ജയിൽ മോചിതനാകുന്നു എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പെരുന്നാളിന് മുൻപ് തന്നെ റഹീം ജയിൽ മോചിതനാകും എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി. പക്ഷേ ഇപ്പോഴും അത് അസ്തമിച്ചിട്ടില്ല. ആ പ്രതീക്ഷ എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പെരുന്നാളിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നു എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അല്പസമയം മുൻപാണ് സൗദി ജയിലിൽ നിന്നും അബ്ദുൾ റഹീമിനെ എക്സിറ്റ് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് ശിക്ഷാ കാലാവധി പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ ഈ നിയമസഹായ കമ്മിറ്റി ഇപ്പോൾ നമ്മെ അറിയിച്ചിട്ടുള്ളത്. ആ ഉമ്മയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയേ, ആ മകന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഉമ്മയെ കാണുന്നു, 20 വർഷങ്ങൾക്ക് ശേഷം തന്റെ മകനെ കാണുന്നു. ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ ആ ഒരു മൊമെന്റ്. അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞു. അബ്ദുൾ റഹീം വീട്ടിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ സന്തോഷമാണ് ഇന്ന് ശരിക്കും ഈ ഒരു ബലിപെരുന്നാൾ ദിവസത്തിൽ അവരുടെ സന്തോഷത്തിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. എന്തായാലും ആ ഉമ്മയും മകനും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞു. അവരുടെ സന്തോഷ നിമിഷങ്ങൾ അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വല്ലാത്തൊരു മൊമെൻ്റാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകനെ കാണുന്നു, സ്വന്തം ഉമ്മയെ കാണുന്നു. അതും തിരിച്ചു വരുന്ന യാതൊരു ഉറപ്പുമില്ലാത്തൊരു മകൻ, ഇല്ലാതിരുന്നൊരു മകൻ. അതിന് കാരണക്കാരായത് ഒരു കൂട്ടം മനുഷ്യർ. സോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ മലയാളികൾ അവിടെ ജാതി മതവും നോക്കില്ല. ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കില്ല. നമുക്കത് അനുഭവമുള്ള കാര്യമാണ്. ഈ പറയുന്ന ഫ്ലഡ് വന്നപ്പോഴും അല്ലെങ്കിൽ കൊറോണ വന്നപ്പോഴും ഒക്കെ നമ്മൾ അനുഭവിച്ചതാണ്, അറിഞ്ഞതാണ്. സുനാമി വന്നപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഞാനൊക്കെ ശരിക്കും സുനാമി സമയത്ത് ഈ RSSൻ്റെ ഭാഗമായിട്ട് കൊല്ലത്ത് അഴീക്കൽ ബീച്ചിൽ അവിടെ റെസ്ക്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. റെസ്ക്യൂവിലെ ക്ലീനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേയധികം ചെറുപ്പക്കാർ പോയ സമയത്ത് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളാണ്. പക്ഷെ അവിടെയും ജാതി മത വ്യത്യാസമില്ലാതെ ഈ പറയുന്ന ക്ലീനിങ് സർവീസ് ആയിക്കോട്ടെ സഹായിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം ഒരു അപകടം വന്നാൽ, ഒരു ആപത്ത് വന്നാൽ മലയാളികൾ അവിടെ ഒന്നടങ്കം ഒന്നും നോക്കാതെ, ഒരു കാര്യവും നോക്കാതെ, ഒരു സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഒരുമിച്ച് നിൽക്കുന്നവരാണ് മലയാളികൾ. അത് ഇവിടെയും തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ അബ്ദുൾ റഹീമിന് വേണ്ടി മലയാളികൾ ഒന്നിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മലയാളികളുടെ വിജയമാണ്. ഇതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ബോബി ചെമ്മന്നൂറാണ് ഈ ഒരു ക്രൗഡ് ഫണ്ടിങ് അതൊക്കെ മുന്നിട്ട് നിന്നതും അതിനുവേണ്ടി ഇറങ്ങിയതൊക്കെ അദ്ദേഹമാണ്. സോ അദ്ദേഹവും ഇന്ന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഈ ഒരു സമയത്ത് മലയാളികളുടെ ഭാഗമായിട്ട്
ഒരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. നമുക്ക് ബാക്കി കാണാം. അടിസ്ഥാനത്തിൽ അബ്ദുൾ റഹീം ജയിൽ മോചിതനായിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. നീണ്ട കാത്തിരിപ്പ്, നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പാണ്. ആ 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അബ്ദുൾ റഹീമിനെ ഇപ്പോൾ ജയിൽ മോചിതനാക്കിയിരിക്കുന്നത്. സാങ്കേതികമായി കഴിഞ്ഞ ദിവസം തന്നെ അബ്ദുൾ റഹീം ജയിൽ മോചിതനായിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ രാത്രി 12 മണിയോടുകൂടി അബ്ദുൾ റഹീം ജയിൽ മോചിതനായതാണ്. പക്ഷേ അതിൽ സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ അവധിയാണ്, പെരുന്നാളുമായി ബന്ധപ്പെട്ട അവധികളുണ്ടായിരുന്നു. ആ അവധിയുടെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഓഫീസുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവിടെയുള്ള ചില ഓഫീസുകൾ പ്രവർത്തിക്കും എന്നുള്ളത് അന്ന് നിയമസഹായ സമിതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നും അതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന കാര്യവും ഈ നിയമസഹായ കമ്മിറ്റി നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ ശ്രമം ഫലം കണ്ടു എന്ന് വേണം സന്തോഷം. ഇതിനപ്പുറം എന്ത് വേണം? റഹീമിനെ കാത്തിരിക്കുന്ന ഉമ്മയ്ക്കും കുടുംബത്തിനും 2006 ഡിസംബർ 24 സൗദി ബാലനായ അനസ് അൽ ഷഹ്രി കൊല്ലപ്പെട്ട കേസിൽ റഹീം ജയിലാവുന്നു. 2006 സൗദിയിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ വീട്ടിലാണെന്ന് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അവിടുത്തെ ഒരു കുട്ടി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ ആവശ്യപ്പെട്ട പ്രകാരം ആ തുക കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ വീണ്ടും ജയിൽവാസം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് മലയാളികൾ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ ഒരുപാട് പേര് ഫണ്ട് കൊടുക്കുകയും അങ്ങനെയാണ് ഭീമമായ തുക കെട്ടിവെച്ചിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത്. ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷം ഒരാൾ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത്, അതും സൗദി ജയിലിൽ കിടക്കുക, എന്തും സംഭവിക്കാം. പ്രത്യേകിച്ച് സൗദി ആയതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇതാണ് അവസ്ഥ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തെ അവിടെ തടവിൽ പിടിച്ചിട്ടു. ഈ ഒരു പൈസ കൊടുക്കുകയാണെങ്കിൽ വിടാമെന്ന് പറയുന്നു. അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പാനിക്കായ ഒരു സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് എന്തായാലും അബ്ദുൾ റഹീമിന് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ആദ്യമായി ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ലോക മലയാളികൾക്കും എന്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിച്ചവർക്കും മാധ്യമങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾക്കും ബോച്ച്, അഷ്റഫ്, സിദ്ദീഖ്, പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്. അവരോട് പേരെടുത്ത് പറയുന്നില്ല. റിയാദ് എംബസിയിലെ മലയാളിയായ സിദ്ദീഖും യൂസുഫ്, അദ്ദേഹത്തിന്റെ മകൻ സവാദും, പിന്നെ റിയാദിലെ നിയമസഹായ കമ്മിറ്റികളും നാട്ടിലെ നിയമസഹായ കമ്മിറ്റികളും എന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാ ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസിക്കുന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും പ്രാർത്ഥിച്ചവർക്ക് സഹായിച്ചവർക്ക് എല്ലാവർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ മീഡിയക്കാർ ഇത്രയും തിക്കും തിരക്കും കൂട്ടി ശരിക്കും അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവരാണ് വാർത്തകൾ പുറത്തു വിടുന്നത്, അവരുടെ വാർത്ത വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത്. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണാൻ വേണ്ടി വരുന്നതാണ്. അത് കാണാനുള്ളൊരു സമയം പോലും കൊടുക്കാതെ ഇങ്ങനെ എന്താ പറയുക, ഇടിച്ചു കുത്തി അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു അതൊരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് സമാധാനത്തോടെ അദ്ദേഹത്തിന് ഇത്തിരി ശ്വാസം വിടാനുള്ള സമയം പോലും കൊടുക്കാതെയാണ് ഇവർ തിക്കും തിരക്കുണ്ടാക്കുന്നത്. സോ അത് മീഡിയക്കാർ ഒന്ന് എന്താ പറയുക, ഒരു അല്പം മര്യാദ കാണിക്കാമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ തന്നെയാണ് വാർത്തകൾ പുറത്തുവിടുന്നത്, നിങ്ങളിലൂടെ തന്നെയാണ് ആൾക്കാർ വാർത്തകൾ അറിയുന്നത്. പക്ഷേ സാഹചര്യം മനസ്സിലാക്കി പലപ്പോഴും പെരുമാറാത്ത പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ആ മനുഷ്യൻ അയാളുടെ ഉമ്മയെ കാണാൻ വേണ്ടി, അയാളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. നാട്ടിൽ വന്നു, ഉമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്താണ് വഴി തടഞ്ഞു നിർത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഉമ്മയെ കാണാനുള്ള സമയം കൊടുക്ക്, അതൊന്നും ചെയ്യാനുള്ളൊരു മര്യാദ കാണിക്കുക. എന്തായാലും അബ്ദുൾ റഹീം നാട്ടിൽ വന്നു, ഉമ്മേനെ കണ്ടതായിട്ടാണ് ഇപ്പോൾ മീഡിയയിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി ഉള്ള ലൈഫ് സന്തോഷമുള്ള ലൈഫ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. സോ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.